പിള്ളേർക്ക് ഈ സ്ക്രീൻ ടൈം കുറച്ച് അവരെങ്ങനെയൊക്കെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളത് എല്ലാ അമ്മമാർക്കും വലിയൊരു തലവേദന പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ആ ഒരു തലവേദനയിൽ ഇരിക്കുന്ന നേരത്താണ് ചേച്ചമ്മ പറഞ്ഞത് നമുക്ക് ചെസ്സ് കളിക്കാമെന്ന്. അങ്ങനെ ആദ്യത്തെ കളിയോടുകൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോറടിച്ചു. പിന്നീട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാനും ചേച്ചമ്മോനും കൂടി ഞങ്ങളുടെ റൂം ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പല പല ഐഡിയകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ റൂം റിനോവേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ അലമാരീനെ ഒന്ന് റിനോവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതാണിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ ചേച്ചമ്മ പറഞ്ഞത് കേട്ടോ. അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിള്ളേരുടെയും ഞങ്ങളുടെയൊക്കെ ഫോട്ടോസ് പോൾറോഡ് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചുമ്മാ അലമാരയുടെ അകത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മുടെ അലമാരിയിൽ നിന്ന് ചുമ്മാ ഒട്ടിക്കാം. പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടമുള്ള പരിപാടിയാണല്ലോ. അങ്ങനെ ഞാൻ രണ്ടുപേരും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇപ്പം അതും ഇരിക്കുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ഞങ്ങളുടെ ഈ പാൻറ്റ് ചേച്ചമോന് കൊടുത്തതാണ്. അപ്പോൾ അത് കളയാണ്ട് സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ചേച്ചമോൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റെ സ്ഥാനം ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്തോളൂ. ആദ്യം വെച്ചത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവസാനം എന്ത് ചെയ്തു, അതായത് എൻ്റെ ഇച്ചായൻ്റെയും പേര് വെച്ചിട്ട് നമ്മളങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ JS ആണ് കേട്ടോ അവിടെ എഴുതിയിരിക്കുന്നത്. ആർക്കൊന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്തായാലും സാറിന് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇച്ചായം വന്നു. ഇച്ചായം ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ വണ്ടടിച്ച് പോയിട്ടുണ്ട്. ഇച്ചാന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. സത്യം എന്നേക്കാളും ഒക്കെ പരിപാടിയിൽ എന്നേക്കാളും കുറച്ച് അഗ്രഗണ്യനായിട്ടുള്ള ഒരാളാണ് ഇച്ചായ. അത് കാരണം തന്നെ എന്നേക്കാളും നല്ല ഐഡിയകളും ഇച്ചായം കൂടുതലാണ്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു മാറ്റക്കേട് വരുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോസ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇച്ചാൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടി പിടിച്ച് രണ്ടുപേരും കൂടെ ഒട്ടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.